आज भारत दुनिया का तीसरा बड़ा डोमेस्टिक एविएशन मार्केट है. Hi everyone, this is Rinsi from Grow Malayalam. ഇന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ആണ്. ഇപ്പൊ 2014 74 എയർപോർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2025 ആയപ്പോഴേക്കും 163 എണ്ണമായിട്ട് കൂടി. അതിൽ 2047 ആകുമ്പോഴേക്കും ഗവൺമെന്റ് ലക്ഷ്യം വന്ന് 350 മുതൽ 400 എയർപോർട്ടുകളാണ്. ഈ ഒരു വളർച്ചയില് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മുഖം ആരുടെ ആവും? എയർലൈൻസ് ആവും. ഇൻഡിഗോ, എയർ ഇന്ത്യ അതുപോലെ ആകാശ പോലത്തെ പ്ലേയേഴ്സ് അടുത്ത 2 വർഷത്തിൽ 240 പുതിയ എയർക്രാഫ്റ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ആണ്. അപ്പൊ ഈ 3 എയർലൈൻ കമ്പനികളുടെ വിമാനങ്ങളുടെ എണ്ണം നിലവിൽ 804 ആണ്. അത് 1044 ആയിട്ട് കൂടാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമുണ്ട്. ഇന്ത്യ എന്തായാലും വിമാനങ്ങൾ നിർമ്മിക്കുന്നില്ല. അപ്പം ഈ ഒരു ഏവിയേഷൻ ബൂമില് പ്രോഫിറ്റ് എയർലൈൻസിന് മാത്രമാണോ എടുക്കുന്നത്? ഒരിക്കലും എയർലൈൻസ് മാത്രമല്ല, പ്ലെയിൻ, ബോയിങ് അല്ലെങ്കിൽ എയർബസ് ആണ് ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ചില ചെറിയ പാർട്സ് പലതും ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് ഒരു മൾട്ടി ടിയർ സപ്ലൈ ചെയിൻ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ടിയർ 1ഉം ടിയർ 2ഉം ആണ് മേജർ അസംബ്ലീസും വലിയ സിസ്റ്റവും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഇത് യൂറോപ്പും നോർത്ത് അമേരിക്കയാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടിയർ 3 അതുപോലെ ടിയർ 4 ഇവിടെയാണ് ഹൈ പ്രിസിഷൻ സ്മോൾ മിഷൻ ക്രിട്ടിക്കൽ പാർട്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ കമ്പനിക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ OEMs അവരിൽ കൂടുതൽ വിശ്വാസം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള പോസിറ്റീവ് സപ്പോർട്ട് ഇവിടെ വന്നു. യൂണിയൻ ബഡ്ജറ്റ് 2026 എയർക്രാഫ്റ്റ് പാർട്സിന്റെ ഡ്യൂട്ടി എക്സംഷൻ ഇവിടെ കൊടുത്തു. സിവിൽ ഏവിയേഷനിലേക്ക് 2100 കോടിയിലധികം അലോക്കേഷൻ ഉണ്ട്. UDAനിൽ 550 കോടിയിലധികം ഉണ്ട്. കൂടാതെ റെഗുലേറ്ററി റിഫോംസും എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിലും ഫോക്കസ് ഉണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് ഏവിയേഷൻ ഇപ്പോൾ ട്രാവൽ മാത്രമല്ല, ഒരു മാനുഫാക്ചറിംഗ് സർവീസ് എക്കോസിസ്റ്റം ആയിട്ട് മാറിക്കഴിഞ്ഞു. എല്ലാവരും ഇപ്പം എയർലൈൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് പ്രോക്സി ഇൻവെസ്റ്റിംഗ് ആണ് നോക്കുന്നത്. അതായത് സെക്ടറിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാതെ ആ ഒരു സെക്ടർ വളരുമ്പോൾ ബെനിഫിറ്റ് കിട്ടുന്ന റിലേറ്റഡ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പ്രോക്സി ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഏവിയേഷന് വളർച്ച നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന പല കമ്പനികളുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള 3 കമ്പനികളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഏവിയേഷന്റെ വളർച്ച നിന്ന് റിയൽ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള 3 പ്രോക്സി കമ്പനികൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് യൂണിമെക് എയറോസ്പേസ് ആണ്. എയർക്രാഫ്റ്റിനായിട്ട് ടൂൾസ് അതുപോലെ ക്രിട്ടിക്കൽ കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണിത്. ലൈക്ക് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എയറോ എഞ്ചിൻ ടൂൾസ് അതുപോലെ ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റ്സും. അപ്പം എയർബസ്, ബോയിങ്, പ്രാറ്റ് ആൻഡ് വിറ്റ്നി അതുപോലെ റോൾസ് റോയ്സ് പോലത്തെ ഗ്ലോബൽ ജയൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി എയറോസ്പേസിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല, യൂണിമെക് ഹൈടെക് സെക്ടേഴ്സ് ലൈക്ക് ഡിഫൻസ്, ന്യൂക്ലിയർ, എനർജി, സെമി കണ്ടക്ടേഴ്സിനായിട്ട് ഹൈ പ്രിസിഷൻ ടൂൾസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. യൂണിമെക്കിന്റെ റവന്യൂവിന്റെ 90% എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ US ആണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ. Q2 FY26 പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് 105 കോടിയാണ്. ഇതെന്ന് പറയുന്നത് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 43%. ഇപ്പൊ 2026 ജാനുവരിയിൽ യൂണിമെക് സൗദി അറേബ്യ ആയിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിന്റ് വെഞ്ചർ വഴി ഒരു പ്രിസിഷൻ മെഷീനിങ് യൂണിറ്റ് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതിൽ യൂണിമെക്കിന് 51% ഓണർഷിപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു നീക്കം കമ്പനിയുടെ ഗ്ലോബൽ എക്സ്പാൻഷനെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇവിടെ നമ്മളിവിടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് CAGR 88%, അതിൽ പ്രോഫിറ്റ് CAGR 183%. ഇതുപോലുള്ള സ്ട്രോങ് സെയിൽസ് ഗ്രോത്ത് മെയിൻലി 2022 ഫൈനാൻഷ്യൽ ലോ ബേസ് ഇഫക്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുപോലെ ഇവിടെ ഹൈ പ്രോഫിറ്റ് CAGR മെയിൻലി മാർജിൻ എക്സ്പാൻഷനും അതിൽ അതർ ഇൻകം 1 കോടിയിൽ നിന്ന് 25 കോടിയായിട്ട് കൂടിയതുകൊണ്ടാണ്. ഇവിടെ അതർ ഇൻകം കൂടിയത് 2025 ഫൈനാൻഷ്യലിലെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം കാരണമാണ് ഇത് സംഭവിച്ചേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ അവരുടെ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ 2024 ഡിസംബറിൽ IPOയ്ക്ക് ശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചു. ഏപ്രിൽ 2025 ഒരു ബേസ് ഫോം ചെയ്തു. അതിനുശേഷം റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇവിടെ മൂവ് ചെയ്തു. ഇപ്പൊ സ്റ്റോക്ക് റേഞ്ചിന്റെ ലോവർ എൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. Q2 FY26 സെയിൽസ് 62 കോടിയിൽ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. കാരണം US താരിഫ് കൊണ്ട് കസ്റ്റമർ ഓർഡർ പിക്കപ്പ് ഡിലേ ആയതുകൊണ്ട്. EBITDA ഇയർ ഓവർ ഇയർ 17% ഇടിഞ്ഞ് 19 കോടിയായി. അതിൽ മാർജിൻ 38% 30% ആയിട്ട് ഇടിഞ്ഞു. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം സെയിൽസ് കുറവ്, പുതിയ കപ്പാസിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്, കൂടാതെ പുതിയ ഹയറിംഗും ESOP ഇമ്പാക്ട് കൊണ്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടിയതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഫെബ്രുവരി 2024 ഇന്ത്യ US ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്തു. അപ്പൊ ഇതിൽ താരിഫ് 50% 18% കുറഞ്ഞു. ഇപ്പോൾ Q2 US താരിഫ് കൊണ്ട് കമ്പനിയുടെ സെയിൽസ് പ്രഷറിലായിരുന്നു. ഇപ്പൊ Q3 ലോവർ താരിഫ് സെയിൽസിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 1000 കോടി നേടാനുള്ള ക്ലിയർ ടാർഗറ്റ് മാനേജ്മെന്റ് ഉണ്ട്. 2025 ഫൈനാൻഷ്യൽ റവന്യൂ 243 കോടിയായിരുന്നു. സോ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇത് ട്രാക്ക് ചെയ്യണം. മാനേജ്മെന്റ് അവർ ഗൈഡൻസ് നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. UDN സ്കീമിന്റെ കീഴിൽ ഇതുവരെ 649 റൂട്ടുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി മുന്നോട്ടേക്ക് 120 പുതിയ റൂട്ട്സ് ആഡ് ചെയ്യുന്നതാവും. ഇത് ക്ലിയർലി കാണിക്കുന്നത് ലോങ് ടേമിൽ ഏവിയേഷൻ ഡിമാൻഡ് ഇന്ത്യയിൽ വളരും എന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാം.
2024 ഫൈനാൻഷ്യലിൽ കമ്പനി ബോറോയിങ്സ് 30 കോടിയിൽ നിന്ന് ഹാഫ് ഇയർ ഇൻ ഫൈനാൻഷ്യൽ 2024 114 കോടിയായിട്ട് കൂടി. എന്നാൽ ഇവിടെ ഡെറ്റ് ടു ഇക്വിറ്റി സ്റ്റിൽ കംഫർട്ടബിൾ ആണ്. പക്ഷേ റൈസിംഗ് ട്രെൻഡ് നമ്മളിവിടെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അതേസമയത്ത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് 52 കോടിയിൽ നിന്ന് 196 കോടിയായിട്ട് കൂടി. ഇപ്പൊ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 12 കോടിയുണ്ട്. ഇത് കപ്പാസിറ്റി എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടുത്തെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ഓൾമോസ്റ്റ് സീറോ ആയിരുന്നു. പക്ഷേ 2025 ഫൈനാൻഷ്യലിൽ ഇൻവെസ്റ്റ്മെന്റ്സ് 344 കോടി വരെ കൂടി. ഇപ്പൊ ടോട്ടൽ അസറ്റ്സിന്റെ ഏകദേശം 42%. ഹാഫ് ഇയർ ഇൻ ഫൈനാൻഷ്യൽ 2026 വീണ്ടും ഇത് കൂടി. ഇപ്പം 51% അസറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സിലുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് സബ്സിഡറീസ്, ബോൺസ്, അതിൽ മ്യൂച്വൽ ഫണ്ട്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ റിസ്ക്, ലിക്വിഡിറ്റി, അതിൽ റിട്ടേൺസിന്റെ ബേസിൽ കെയർഫുൾ ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പൊ കമ്പനി കൺസിസ്റ്റന്റ്ലി ഓപ്പറേഷനിൽ നിന്ന് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 4 വർഷത്തിൽ ക്യുമുലേറ്റീവ് CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 78% ആയിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ നല്ലൊരു പോർഷൻ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. യൂണിമെക്കിന്റെ ഏകദേശം 85% റവന്യൂ 3 വലിയ കസ്റ്റമേഴ്സിനാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമർ കോൺസെൻട്രേഷൻ നമ്മളോട് ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. അപ്പൊ കമ്പനിയുടെ ബിസിനസ് മോഡൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ഇവിടെ ന്യൂക്ലിയർ അതുപോലെ പ്രിസിഷൻ സെഗ്മെന്റ് വളർന്ന വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ 110 ദിവസം നിന്ന് 150 ദിവസമായിട്ട് ഇവിടെ കൂടാം. അപ്പൊ ഇത് ക്യാഷ് കൺവേർഷൻ സൈക്കിളിൽ പ്രഷർ വരുത്താം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്ന ആസാദ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ കമ്പനി മിഷൻ ക്രിട്ടിക്കൽ അതുപോലെ ലൈഫ് ക്രിട്ടിക്കൽ പാർട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എഞ്ചിൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഹൈലി കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആണ് കമ്പനി ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു പാർട്സിൽ എററിനുള്ള മാർജിൻ 0 ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് അതുപോലെ എയറോസ്പേസ് സെഗ്മെന്റിലാണ് കമ്പനിയുടെ പ്രസൻസ് വരുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ എക്സ്പ്ലോറേഷൻ അതുപോലെ ഡ്രില്ലിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിട്ടിക്കൽ കോമ്പൗണ്ട്സിൽ ഡ്രിൽ ബിറ്റ്സ്, സ്ലിപ്സ്, ബോണറ്റ് ഫ്രെയിംസ് പോലെയുള്ള കമ്പനി ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ചില OEM-ന്റെ ഒപ്പം കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബോയിങ്, എയർബസ്, ജനറൽ ഇലക്ട്രിക്, മിത്സുബിഷി, അതുപോലെ സീമെൻസ്. അപ്പൊ കമ്പനിയുടെ റവന്യൂ മെയിൻലി എക്സ്പോർട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 94% റവന്യൂ എക്സ്പോർട്ടിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 17% റവന്യൂ എയറോസ്പേസ് അതുപോലെ ഡിഫൻസിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് CAGR 33%, അതുപോലെ പ്രോഫിറ്റ് CAGR 44% ആയിരുന്നു. ഇനി നമുക്ക് ടെക്നിക്കൽ ചാർട്ട് നോക്കാം. സ്റ്റോക്ക് ജാനുവരി 2024 സ്ട്രോങ് റാലി ചെയ്തു. ജൂൺ 2024 ഓൾ ടൈം ഹൈ റീച്ച് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഒരു ഡിഫൈൻഡ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് വരുന്ന പ്രൈസിന്റെ അടുത്ത ക്ലിയർ ഡയറക്ഷൻ ഇവിടെ തീരുമാനിക്കും. ഇനി നമുക്ക് ഇവരുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. Q2 FY26 സെയിൽസ് ഇയർ ഓവർ 30% കൂടി 146 കോടിയായി. EBITDA ഇയർ ഓവർ 32% കൂടി 53 കോടിയായി. അതിൽ മാർജിൻ 36% സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിന്നു. അപ്പൊ കമ്പനി ഇപ്പോൾ റോ മെറ്റീരിയൽ ഫോറിൻ വെൻഡേഴ്സിനല്ല ഡൊമസ്റ്റിക് ആയിട്ടാണ് വാങ്ങുന്നത്. അതായത് ഇന്ത്യൻ സപ്ലൈസിനാണ് അവർ വാങ്ങുന്നത്. അപ്പൊ ഇത് കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അതർ ഇൻകം 2 കോടിയിൽ നിന്ന് 12 കോടിയായിട്ട് കൂടി. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റിൽ ചെലവാക്കാത്ത ക്യാഷ് കൊണ്ടാണ്. ഇത് കമ്പനി ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സ് കൊണ്ടും നെറ്റ് പ്രോഫിറ്റ് ഇവിടെ നല്ലപോലെ കൂടി. ഇയർ ഓവർ ഇയർ 57% കൂടി 33 കോടിയായി. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 25 മുതൽ 30% റവന്യൂ ഗ്രോത്ത് നേടും എന്നതിൽ മാനേജ്മെന്റ് ഇവിടെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ഇത് അവരുടെ സ്ട്രോങ് ഓർഡർ ബുക്കും അതിൽ പുതിയ ഫെസിലിറ്റീസ് അവർ പതുക്കെ കൂട്ടിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ്. അപ്പൊ കമ്പനി മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസിനൊപ്പം $73 മില്യൺ മൂല്യമുള്ള പുതിയ ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 600 കോടി മൂല്യമുള്ള കോൺട്രാക്ട് ആണ്. ഇതോടെ മിത്സുബിഷിയുടെ ഒപ്പം കമ്പനിയുടെ ടോട്ടൽ കോൺട്രാക്ട് വാല്യൂ എന്ന് പറഞ്ഞത് $156 മില്യൺ ആയി. ഇനി നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വോളറ്റൈൽ ആയിരുന്നു. ക്യുമുലേറ്റീവ് CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 32% മാത്രമാണ്. അപ്പൊ ഇത് വീക്ക് ക്യാഷ് റിയലൈസേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ ബിസിനസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അതുപോലെ 800 ദിവസത്തെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കാരണം ക്യാഷ് ഫ്ലോയിൽ ഇവിടെ പ്രഷർ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി സ്പെഷ്യൽ ഗ്രേഡ് അലോയും റോ മെറ്റലും OEM അപ്രൂവ്ഡ് സപ്ലൈസ് മാത്രമേ അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുള്ളൂ. ഇതുകൊണ്ട് തന്നെ കമ്പനിക്ക് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവർ ഇവിടെ കുറവാണ്. അപ്പം ഇതിന്റെ ഒപ്പം തന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി കാരണം ബൾക്ക് ഇൻവെന്ററി അവർ മെയിൻറ്റെയിൻ ചെയ്യണം ഇവിടെ. അപ്പൊ അത് കാരണം തന്നെ ഒരുപാട് നാളത്തേക്ക് ഇവിടെ ക്യാഷ് ഇവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇത് കാരണം വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇവിടെ നീണ്ടുപോകും. മാർച്ച് 2025 287 ദിവസമായിരുന്നു. അപ്പൊ ഇതിന് കാരണം എക്സ്പോർട്ട് പേയ്മെന്റ് ഡിലേ ആകുന്നതും അതുപോലെ തന്നെ കസ്റ്റമൈസ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇന്നത് നമ്മുടെ ലാസ്റ്റ് കമ്പനി ഇവിടെ വരുന്നത് സൺസേര എഞ്ചിനീയറിംഗ് ആണ്. ഇവരുടെ മെയിൻ ബിസിനസ് പെട്രോൾ അതുപോലെ ഡീസൽ വെഹിക്കിൾസിനായിട്ട് എഞ്ചിൻ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ലൈക്ക് കണക്ടിംഗ് റോഡ്സ്, ക്രാങ്ക് ഷാഫ്റ്റ്സ് അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റർ. അപ്പൊ കമ്പനിയുടെ പുതിയ ഗ്രോത്ത് എഞ്ചിൻ അവരുടെ ADS സെഗ്മെന്റ് ആണ്. അതായത് എയറോസ്പേസ്, ഡിഫൻസ് അതുപോലെ സെമി കണ്ടക്ടർ. ഇതിൽ കമ്പനി ADS സെഗ്മെന്റായിട്ട് കോംപ്ലക്സ് പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ADS സെഗ്മെന്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നല്ലപോലെ കൂടുന്നുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യൽ 4.4% ആയിരുന്നു. Q2 FY26 6% വരെയായിട്ട് കൂടി.
അടുത്ത 5 വർഷത്തേക്ക് ADS സെഗ്മെന്റിന് 3953 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 ADS സെഗ്മെന്റ് 86 കോടിയുടെ റവന്യൂ നേടിയിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് 300 മുതൽ 320 കോടിയുടെ റവന്യൂ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 500 മുതൽ 550 കോടിയും. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് CAGR 15%, അതിൽ പ്രോഫിറ്റ് CAGR 18% ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ ടെക്നിക്കൽ ചാർട്ട് ഒന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2024 1755 ലെവൽ ടച്ച് ചെയ്തതിനു ശേഷം സ്റ്റോക്കിൽ ഏകദേശം 44% ഇവിടെ കറക്ഷൻ കണ്ടു. അതിനുശേഷം ഒരു സ്ട്രോങ് റിക്കവറി ഇവിടെ കണ്ടു. അതിൽ ജാനുവരി 2026 സ്റ്റോക്കിൽ ഒരു ക്ലിയർ ബ്രേക്ക് ഔട്ട് ഇവിടെ നൽകി. ഇപ്പൊ നിലവിൽ പ്രൈസ് ബ്രേക്ക് ഔട്ട് ലെവലിന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽസ് നോക്കാം. Q2 FY26 സെയിൽസ് ഇയർ ഓവർ ഇയർ 8% കൂടി 825 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ റീസൺ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇത് ഇയർ ഓവർ ഇയർ 80% ഇവിടെ വളർന്നു. ബാക്കി എക്സ്പോർട്ട് മാർക്കറ്റിന്റെ വീക്ക്നെസ് ഇത് കവർ ചെയ്തിട്ടുണ്ട്. എബിറ്റയും ഇയർ ഓവർ ഇയർ 8% ഇവിടെ വളർന്നു. അതുപോലെ മാർജിൻ 17% സ്റ്റേബിൾ ആയിട്ട് നിന്നു. നെറ്റ് പ്രോഫിറ്റ് 36% കൂടി, കാരണം ലോൺ ഇവിടെ കമ്പനി കുറച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഫൈനാൻസ് കോസ്റ്റ് ഇവിടെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് വർഷത്തേക്ക് ബിൽഡിംഗ് അതുപോലെ മെഷീനറിക്കായിട്ട് കമ്പനി ഏകദേശം 250 കോടിയുടെ ക്യാപെക്സ് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൺസോളിഡേറ്റഡ് ബിസിനസ് ലെവലിൽ കമ്പനിക്ക് 2145 കോടിയുടെ സ്ട്രോങ് ഓർഡർ ബുക്ക് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞ് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 71%. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി തുടർച്ചയായിട്ട് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊപ്പം ഹ്യൂമിലേറ്റീവ് CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 185%. ഇത് സ്ട്രോങ് ക്യാഷ് റിയലൈസേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റിസ്ക് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സൺസൈനയുടെ മെയിൻ റവന്യൂ ഇപ്പോഴും ഓട്ടോ ഐസിൽ നിന്നാണ് വരുന്നത്, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ പാർട്സിൽ നിന്ന്. ഏകദേശം 73%. ഇപ്പം ലോകം പെട്ടെന്ന് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എഞ്ചിൻ പാർട്സ് മാത്രം മതിയാവും. അപ്പൊ ഇത് കമ്പനിയുടെ മെയിൻ ബിസിനസിനെ ഇവിടെ ബാധിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഏകദേശം 30% ബിസിനസ്സും ഇവിടെ എന്താണ് എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പം US അല്ലെങ്കിൽ യൂറോപ്പിൽ എന്തെങ്കിലും ഒരു റിസഷൻ വന്നാൽ അല്ലെങ്കിൽ ഇപ്പൊ ഓട്ടോ സെയിൽസിൽ ഒരു സ്ലോ ഡൗൺ വന്നാൽ എക്സ്പോർട്ട് റവന്യൂ അതുപോലെ മാർജിൻ ഇത് ഡയറക്റ്റ്ലി ഇവിടെ ബാധിക്കാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് എയറോസ്പേസ് സെക്ടറിൽ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന 3 കമ്പനികളാണ് നമ്മൾ നോക്കിയത്. ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടർ പെട്ടെന്ന് വളരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കമ്പനികൾ ഗ്ലോബൽ OEMകൾക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്രോത്ത് ഇവിടെ നേടുവാണ്. സോ ഇന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത 3 കമ്പനികൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത്? ആ താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്, ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.